ബെരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ വേർഡ് ഓഫ് ട്രൂത്ത് പ്രോഗ്രാമിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ദിവസത്തോടുകൂടി ഇത് അവസാനിച്ചു. എന്നാൽ നമ്മൾ അതിനകത്തോട്ടൊരു പ്രധാനപ്പെട്ട തീമെന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഗിവിങ് എന്നുള്ളതാണ്. നൽകുക, അതായത് ഒരു വിശ്വാസി എങ്ങനെയാണ് തൻ്റെ സഹോദരനെ അത്യാവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കേണ്ടത്, എന്ത് സെൻസിറ്റിവിറ്റിയാണ് വേണ്ടത്. അത് പ്രധാനമായിട്ടും വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ നിന്നുണ്ടാകുന്ന ഒരു സൽഫലമായിട്ടാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ക്രിസ്ത്യൻ ഗിവിങ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ എങ്ങനെയാണ് പണം കൈകാര്യം ചെയ്യേണ്ടത്, മറ്റുള്ളവർക്ക് നൽകേണ്ടത്, ഈ വിഷയങ്ങളെക്കുറിച്ച് ആണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പല ആളുകൾക്കും എങ്ങനെയാണ് പണം കൊടുക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിവില്ല എന്നുള്ളത് ഇന്ന് വളരെ പ്രകടമായ ഒരു കാര്യമാണ്. അത് അനേകം ആളുകൾ അത് ചൂഷണം ചെയ്യുന്നുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശ്രദ്ധിക്കാം എങ്ങനെയാണ് നമ്മൾ പണം കൈകാര്യം ചെയ്യേണ്ടത്. നമ്മൾ ഈ കർത്താവിൻ്റെ നാമത്തിൽ നൽകുകയാണെങ്കിൽ അതെങ്ങനെ നൽകണം, ആർക്ക് നൽകണം, എങ്ങനെ ചിലവാക്കണം, ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നാണ് സഭ ആരംഭിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിൽ ആദ്യം തന്നെ കാണുന്നത് സ്വത്തെല്ലാം വിറ്റ് അവർ പങ്കിട്ടെടുക്കുന്നതായിട്ടാണ്. അത് 2-ാം അധ്യായത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അത് ആത്മാവിൻ്റെ പ്രേരണയിൽ അവർക്ക് ലഭിച്ച ഭയങ്കരമായ ആത്മസന്തോഷത്തിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ ഒരു മണ്ടത്തരം എന്ന് പല ആൾക്കാരും വിളിക്കുന്നുണ്ടെങ്കിൽ അതൊരു മണ്ടത്തരമല്ല, അതൊരു സ്നേഹത്തിൻ്റെ എക്സ്പ്രഷൻ തന്നെയാണ്. ആ സ്നേഹം വരുമ്പോൾ നമുക്ക് സ്വത്തിനോട്, ദൈവത്തിൻ്റെ സ്നേഹം വരുമ്പോൾ നമുക്ക് സ്വത്തിനോടൊന്നും ആസക്തി തോന്നാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അത് 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മളത് കാണുന്നുണ്ട്. 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അനന്യാസും സഫീറയും അതിൽ വ്യാജം കാണിച്ചതുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ അനേകം സംഭവങ്ങൾ വേദപുസ്തകത്തിൽ നൽകുന്നതിനെക്കുറിച്ച് പൗലോസ് പിന്നീട് അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെ, അതുകൂടാതെ കൊരിന്ത്യർ ലേഖനത്തിലെല്ലാം, ഫിലിപ്പി ലേഖനത്തിലെല്ലാം ഈ ധർമ്മശേഖരം എടുക്കുന്നതിനെക്കുറിച്ച്, ക്ഷാമം വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ സഭകളെ സഹായിക്കാൻ വേണ്ടി ധർമ്മശേഖരം എടുക്കുന്നതിനെക്കുറിച്ച് കാണുന്നുണ്ട്. അതുപോലെ പാവങ്ങളെ സഹായിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സുവിശേഷ വേലയിലിരിക്കുന്നവർക്ക് നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വചനം പഠിപ്പിക്കുന്നവർക്ക് നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നൽകുക, ഒരു പങ്ക് നൽകുന്നതിനെക്കുറിച്ച്, ഷെയർ നൽകുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള അനേകം കാര്യങ്ങൾ വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ശരിക്കും ഈ നൽകുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. പഴയ നിയമത്തെ സംബന്ധിച്ച് അതൊരു ദശാംശം നൽകലായിരുന്നു, അതിൽ തീരുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സ്വത്തിൻ്റെ ഒരു 10-1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയിരുന്നു, നിങ്ങൾക്ക് ബാക്കിയുള്ളത് എന്തും ചെയ്യാമായിരുന്നു. ആ 10% എന്ന പറയുന്ന ഒരു ലിഖിത നിയമത്തിലാണ് അവിടുത്തെ നൽകലുകൾ വെച്ചിരുന്നത്. അതിൽ കൂടുതൽ കൊടുക്കുന്നവർ കരുണയുള്ളവരെ ഭയങ്കര ദാനധർമ്മികളൊക്കെ ആയിട്ട് മാറുമായിരുന്നു. 10% സ്റ്റാൻഡേർഡായിരുന്നു. അതിന് മുകളിൽ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കര ദാനധർമ്മികളായിട്ട് എല്ലാവരും കാണിച്ചുകൊണ്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇനി ദശാംശം കൊടുക്കുന്ന പോലും ബാക്കിയുള്ളവർ അറിയണമെന്ന് നിർബന്ധമായിരുന്നു. ഇന്ന് നമുക്കറിയാം പല ചർച്ചകളിലും പേരെഴുതി കവറിട്ട് അതിനകത്ത് ഇത്ര രൂപ എന്ന് എഴുതി എല്ലാ വിവരങ്ങളും കൊടുത്തിട്ട് വെച്ചിട്ടാണ് ഇത് ഇടുന്നത്. കാരണം ഇതെല്ലാം അക്കൗണ്ടഡ് ആണ്. പല സഭകളിലും അത് ആര് തന്നു വരെ അവിടെ രേഖപ്പെടുത്തി വയ്ക്കും. കാരണം അതെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് താനും. ഓക്കെ, ഇവിടെ നമുക്ക് എങ്ങനെയാണ് നൽകുന്നത് എങ്ങനെയാണ്? ആദ്യം നമുക്ക് സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യം, ഇടങ്കൈ ചെയ്യുന്ന വലങ്കൈ അറിയാതെ ചെയ്യണമെന്നുള്ളതാണ്. നിങ്ങൾ ആർക്കെങ്കിലും ദാനധർമ്മങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വലങ്കൈ ഇടങ്കൈ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ അത്ര സീക്രട്ടീവായിട്ട്, അത്ര സ്പെഷ്യലായിട്ട് അതിനെ കൈകാര്യം ചെയ്യണം. അത് ദൈവം മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് നമ്മൾ ആ ഭാഗത്ത് കാണുന്നത്. അപ്പോൾ നൽകുന്നതിൻ്റെ ഒരു മോഡ് കർത്താവ് തന്നെ പറയുന്നുണ്ട്, അത് രഹസ്യമായിരിക്കണം എന്നുള്ളതാണ്. പിന്നെ കൊടുക്കുന്നത് സ്നേഹത്തോടെ ആയിരിക്കണം, പൂർണ്ണമായിരിക്കണം, കർത്താവിന് ഇഷ്ടമുള്ള രീതിയിലുള്ളൊരു യാഗമായിരിക്കണം. ഇങ്ങനെയൊക്കെ വചനത്തിലൂടെ നമുക്ക് പൊതുവെ അതിൻ്റെ തത്വങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഞങ്ങൾ ആന്ധ്രാപ്രദേശിൽ മിഷണറിമാരായിരിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ഈ സ്തോത്രകാഴ്ച പെട്ടി ഞങ്ങൾ മരമാരുടെ മുകളിൽ എടുത്തു വെച്ചു. അപ്പോൾ ആരെങ്കിലും സ്തോത്രകാഴ്ച ഇടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ അത് ചോദിക്കണം, ആരെങ്കിലും എടുത്തു കൊടുക്കും. അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ഇത്തിരി മുകളിൽ വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്ക് ശരിക്കും മനസ്സ് തോന്നിയിട്ടൊരു യാഗമർപ്പിക്കുന്ന പോലെ കർത്താവിൻ്റെ വേലയ്ക്ക്, അതുപോലെ കർത്താവിനെന്ന് ഉദ്ദേശിക്കുന്ന കർത്താവിൻ്റെ വേലയ്ക്ക്, അതുപോലെ അവിടെയുള്ള സഹോദരങ്ങൾക്ക് ചിലവഴിക്കേണ്ടതിന് ആർക്ക് സ്നേഹം തോന്നുന്നോ, കൊടുക്കണമെന്ന് നിർബന്ധം തോന്നുന്നോ, അപ്പോൾ ഒട്ടും നിർബന്ധം അങ്ങോട്ടിടാതെ ഇങ്ങോട്ടുള്ള നിർബന്ധത്താൽ നൽകുന്നവരുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കുകയായിരുന്നു. കാരണം അങ്ങനെയുള്ള പണമാണ് ശരിക്കും അർപ്പിക്കപ്പെടുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മളൊരു ഇത്തിരി നിർബന്ധം അവരുടെ മേൽ കിടക്കുന്നുണ്ടെന്ന് അവർ തരുന്നത്. സ്വമേധാ ദാനമായി നൽകേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മൾ ചില ചോദ്യങ്ങൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് ഉയരാവുന്നതാണ്. അപ്പോസ്തലന്മാർക്ക് പണം കൊടുത്തിരുന്നോ അന്നത്തെ ആളുകൾ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതുപോലെ ഇന്ന് ഏറ്റവും കൂടുതൽ പണം കിട്ടുന്നത്
ഈ ഈ സഭയ്ക്കകത്തുള്ള പണം ലഭിക്കുന്നത് പാസ്റ്റർമാർക്കും പിന്നീട് കെട്ടിടം പണിയുന്നതിന് വേണ്ടിയാണ്. അതായത് ശുശ്രൂഷിക്കുന്ന ആൾക്കാർക്കും പിന്നെ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പണം സഭയിൽ ചിലവഴിക്കുന്നത്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരു 95% പണവും ചിലവഴിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് സാധാരണ ഉപദേശിമാർക്കല്ല, ഒരു കുറച്ചും കൂടി ഉയർന്ന രീതിയിലെത്തിയ അല്ലെങ്കിൽ ഒരു സെൻട്രൽ പോസ്റ്റ് പൊസിഷനിൽ അതിന് മുകളിൽ എത്തിയ ആൾക്കാർക്കാണ് ഇതിന് കൂടുതൽ കിട്ടുന്നത്. അതായത് പ്രശസ്തരായി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇത് വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പണം ലഭിക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ കെട്ടിടം പണി എന്ന് പറയുന്നത്, അത് ഇവിടെ കേരളം മുഴുവൻ ഈ കെട്ടിടം പണിത് സഭ ഒരു നില പണിത് 2 നില പണിത്, പക്ഷെ അത്രയും ഒരു ഗ്രോത്ത് നമ്മൾ കാണുന്നില്ലെങ്കിലും ഈ കെട്ടിടം പണി ഒരിക്കലും അവസാനിക്കുന്നില്ലാത്തൊരു പരിപാടിയുമാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയും പണം നൽകുന്നുണ്ട്. ഇനി നമ്മൾ ഇതിന് പ്രധാനമായിട്ട് ആധാരമായി ഇന്ന് വായിക്കപ്പെടുന്ന ചില വാക്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഈ നൽകിയത് എങ്ങനെയാണ് എന്ന് നമുക്ക് ഒരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം അതിങ്ങനെ പറയുന്നു: എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളുമെല്ലാം വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീടുകളിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും. ഇപ്പോൾ ഇവിടെ പറയുന്നത് എല്ലാവരുടെയും സ്വത്ത് എന്ത് ചെയ്തു? അവർ പൊതുവകയെന്ന് എണ്ണി. പിന്നെ അവർക്ക് അങ്ങനെ എണ്ണാൻ പറ്റാതിരുന്ന പ്രൈവറ്റ് കാര്യങ്ങളെല്ലാം വിറ്റ് അവനവൻ ആവശ്യമുള്ളതുപോലെ ആർക്കൊക്കെയാണ് എന്തൊക്കെയാണ് ആവശ്യം അതുപോലെ പങ്കിട്ട് കൊടുത്തു. അങ്ങനെ സന്തോഷമായിട്ട് അവർ സ്വത്ത് വിഭജിച്ച് കൊടുത്ത് പലർക്ക് ദാനം ചെയ്ത ശേഷം അവർ ഒന്നിച്ചിരുന്ന് അപ്പം നുറുക്കി ഒന്നിച്ച് ഫുഡ് കഴിച്ചു, ഒന്നിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തു. ഇതാണ് നമ്മൾ 2-ാം അധ്യായത്തിൽ പറയുന്നത്. ഇത് നമ്മൾ ആരും എന്തായാലും സമ്മതിക്കാൻ പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചെയ്യുമെന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊന്നും നിർബന്ധമല്ല. അത് ആ സ്നേഹത്തിൻ്റെ ആ നിർബന്ധത്താൽ അവരൊന്ന് ചെയ്തതാണ്. നമുക്ക് ഒരു കാര്യവും വേദപുസ്തകത്തിൽ ഈ പുതിയ നിയമത്തിൽ പറയുന്ന ഓരോ കൽപ്പനകളും സ്നേഹത്തിൻ്റെ നിർബന്ധത്തിൽ നിന്ന് വരേണ്ടതാണ്. കർത്താവിനോടുള്ള സ്നേഹമല്ല, സഹോദരനോടുള്ള സ്നേഹത്തിൽ നിന്നാണ് ഇതെല്ലാം വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും സമ്മതിക്കില്ല. കാരണം എന്താണ്? അത് ഇന്ന് നടപ്പാവില്ല എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത്. അത് വലിയ പ്രയാസമാണ് താനും. ഇനി 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 4-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ കുപ്രദ്വീപുകാരനായ, അതായത് സൈപ്രസുകാരനായ യോസേഫ് എന്നൊരു ലേവ്യ ഗോത്രത്തിൽപ്പെട്ട യോസേഫ് എന്നൊരുവൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ ഇതൊരു വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വാക്യമാണ്. ഒത്തിരി ഈ സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാരെ സംബന്ധിച്ച് അവർക്ക് നിങ്ങളുടെ സ്ഥലങ്ങളെ വിറ്റ് ആഭരണങ്ങളെ വിറ്റ് എല്ലാം നിങ്ങൾ പണം കൊണ്ടുവന്ന് ഞങ്ങളുടെ കാൽക്കൽ വെക്ക്, ഞങ്ങളുടെ ബുദ്ധി അനുസരിച്ച് ഇത് ചിലവാക്കും. അത് കെട്ടിടം പണിയായിരിക്കും, ചിലപ്പം സഭ പണിയാനായിരിക്കും, അല്ലെങ്കിൽ ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായിരിക്കും. ഓക്കെ, അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾ ചിലവാക്കും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിലവും സ്വത്തും എല്ലാം വിറ്റ് നിങ്ങൾ ദരിദ്രരായി പോവോ? അങ്ങനെ വിറ്റാൽ ഇല്ല, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ പ്രോസ്പെരിറ്റി എന്നുള്ളൊരു വാഗ്ദത്തം നിങ്ങൾക്ക് നൽകുകയും, അത് നടക്കാൻ പോകുന്നുണ്ടോ ഇല്ലെന്നുള്ള ആരും പരീക്ഷിക്കാൻ പോകുന്നില്ല. എന്നാൽ നിങ്ങളുടെ കയ്യിലുള്ളത് വിറ്റ് അതിൻ്റെ ഒരു ഭാഗം ഇവിടെ കൊണ്ടുപോയി വെക്കണം എന്നവർ ആവശ്യപ്പെടുകയും ചെയ്യും. അതിനൊരു പ്രധാന വാക്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ പുറകോട്ട് വായിച്ചാൽ എന്തുകൊണ്ടാണ് ഈ ലേവ്യൻ അങ്ങനെ ചെയ്തത് എന്നുള്ള കാര്യം അവിടെ കാണിക്കുന്നുണ്ട്. 34-ാം വാക്യത്തിൽ പറയുന്നത്, മുട്ടുള്ളവനാരും അവരിൽ ഉണ്ടായിരുന്നില്ല. ഈ ആദ്യ സമൂഹമാണത്. നിലങ്ങളെയോ വീടുകളുടെയോ ഉടമസ്ഥരായിരുന്നവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. അപ്പോൾ അവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അവർ തന്നെ പങ്കിട്ടെടുക്കുകയായിരുന്നു. ഈ തന്നെ പങ്കിട്ടെടുക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആർക്കാ വേണ്ടാത്ത, ആർക്കാ വേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ നിലമെല്ലാം വിറ്റ് അതിൻ്റെ പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കയ്യിൽ കൊടുക്കും. അപ്പോസ്തലന്മാരെന്ത് ചെയ്യും? വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തരും അവനവൻ്റെ ആവശ്യം പോലെ അപ്പോസ്തലന്മാർ വിഭജിച്ച് കൊടുക്കും. അപ്പോൾ അപ്പോസ്തലന്മാർ ഈ പൈസ എന്ത് ചെയ്യും? ശരിക്കും പുതിയ നിയമത്തിൽ പണം അപ്പോസ്തലന്മാരുടെ കയ്യിൽ വരുമ്പോൾ അപ്പോസ്തലന്മാർ ചെയ്യുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ആർക്കാണ് ആവശ്യം അവർക്ക് ഇതെല്ലാം വിഭജിച്ച് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരൊരിക്കലും സമ്പാദിക്കാൻ വേണ്ടി, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ആ പണം ഉപയോഗിച്ചിട്ടില്ല. അതാണ് ശരിക്കും നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെടുന്ന പലരും കൊണ്ടുവന്ന് കാൽക്കൽ വെക്കാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതേ സമൂഹത്തിൽ തന്നെ ആഹാരമില്ലാത്തവർ, കുട്ടികളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്തവർ, ഹോസ്പിറ്റലിൽ പോകാൻ നിവൃത്തിയില്ലാത്തവർ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ അവിടെ തന്നെ ഇരിക്കുമ്പോൾ ഇവർ ഏറ്റവും ആഡംബരപൂർണ്ണമായി ഏറ്റവും വലിയ സൗധങ്ങളുണ്ടാക്കി അതിൽ താമസിക്കുകയും ഇഷ്ടംപോലെ ലക്ഷറീസ് ആയിട്ട് ജീവിക്കുകയും ചെയ്തിട്ട് വീണ്ടും അവർ ജനങ്ങളോട് ഇത് കൊണ്ടുപോവാ എന്ന് പറയും. പിന്നെ ആളുകൾ പറയുന്ന വലിയ കൺസ്ട്രക്ഷൻസ് നടത്താൻ വേണ്ടി ഇത് ആവശ്യമാണ്. 10,000 പേർക്ക് ഇരിക്കാവുന്ന ചർച്ച്, 20,000 പേർക്ക് ഇരിക്കാവുന്ന ചർച്ച്,
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ചർച്ചകൾ അനാവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം ഒരു കല്യാണാലോചന വന്നു. ഒരു പെൺകുട്ടിയുടെ അപ്പൻ ചെന്ന് ഈ കല്യാണം വന്ന വരൻ്റെ പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങളുടെ ചർച്ചയിൽ നിന്നാണ് ഈ കല്യാണാലോചന വന്നിരിക്കുന്നത്, വരനെക്കുറിച്ചുള്ള അഭിപ്രായം ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ആയിരിക്കും, എൻ്റെ ചർച്ചിലായിരിക്കും, എനിക്കറിയത്തില്ല. കാരണം ആ ചർച്ചിൽ 2000-3000 പേരുണ്ട്. ഇതിൻ്റെ പുറകിൽ വന്നിരിക്കുന്ന ആൾക്കാരെ പാസ്റ്ററൊന്നും നോക്കാനൊന്നും സമയമില്ല. അത് വരുന്നു അപ്പോൾ ഒരു മനുഷ്യനോട് ഇങ്ങനെ ഒന്നിച്ചപ്പം നുറുക്കുകയും ഒരപ്പത്തിൻ്റെ അംശങ്ങളായി മാറുകയും ചെയ്യാൻ ഒരു ചെറിയ കൂട്ടമായിട്ടിരുന്നാലേ പറ്റുള്ളൂ. ഒരു വലിയ സദസ്സായി മാറിക്കഴിയുമ്പോൾ അവിടെ ഒരു വലിയ പ്രോബ്ലമുണ്ട്. അവിടെ വിശുദ്ധന്മാരുടെ കൂട്ടായ്മയല്ല നടക്കുന്നത്. അവിടെ ഒരു മനുഷ്യൻ്റെ പുറകിലേക്ക് ആളുകൾ ചെന്ന് അയാളുടെ മധ്യസ്ഥത തേടുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ വേളാങ്കണ്ണിലേക്ക് ആൾക്കാർ പോകുന്നത്? ജനലക്ഷങ്ങളാണ് പോകുന്നത്. ഈ ഓരോ പുണ്യാളന്മാരെ ഈ വെച്ചിരിക്കുന്ന സ്ഥലത്ത് അവർ മരിച്ചുപോയവരാണ്, അവരുടെ വിഗ്രഹങ്ങളാണ് അവിടെ ഇരിക്കുന്ന, ഫോട്ടോസാണ്. അവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത് 100-50 പേരൊന്നുമല്ല, 10,000-കണക്കിന് ആൾക്കാരാണ്. എന്തിനാണ് പോകുന്നത്? അയാളുടെ മധ്യസ്ഥം, അയാൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരും, ഞാനതിനൊരു പണം നിക്ഷേപിക്കും. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് ഈ ന്യൂ ജനറേഷൻ വമ്പൻ ചർച്ചകളിൽ നടക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ചർച്ചിൽ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി വിടുതൽ ഇനി വരാനുണ്ട്. അപ്പോൾ അവിടെ ഒരു ജീവിച്ചിരിക്കുന്ന പുണ്യാളനായ മധ്യസ്ഥനുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും ദൈവം കേൾക്കാത്ത കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ കിട്ടും. ഇത് എക്സാക്ട്ലി പിൽഗ്രിമേജാണ്. പക്ഷേ ഫാൾസ് ദൈവങ്ങളെ അന്വേഷിച്ചാണ് ഈ തീർത്ഥയാത്ര ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് നിങ്ങൾ പൈസ കൊടുക്കുന്നു. അന്തോണിസ് പുണ്യാളനാണ് എൻ്റെ കാണാതെ പോയ മാല എടുത്തു തന്നതെന്ന് ഒരു വിശ്വാസി, ആ വിഭാഗത്തിൽപ്പെട്ടൊരു വിശ്വാസി വിശ്വസിക്കുന്ന പോലെ എൻ്റെ മകന് വിസ കിട്ടിയത് ഈ പുണ്യാളം പ്രാർത്ഥിച്ചിട്ടാണെന്ന് ഇവിടെയുള്ളവരും വിശ്വസിക്കുന്നു. ഇത് ശരിക്കും ഒരു അന്ധവിശ്വാസത്തിൽ നിന്ന് വേറൊരു അന്ധവിശ്വാസത്തിലേക്ക് ചാടുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ 10,000 പേരും ഇയാളുടെ അടുത്ത് വരുന്നവരായതുകൊണ്ട് അവർക്ക് താമസിക്കാൻ വേണ്ടി, ഒരുമിച്ചിരിക്കാൻ വേണ്ടി വലിയ കെട്ടിടങ്ങൾ പണിയാൻ തീരുമാനിക്കുന്നു. അപ്പോൾ കർത്താവിനെ അല്ല അവരന്വേഷിക്കുന്നത്, ഈ ഇടയനെയാണ്. ഈ ഇടയനെന്ന് വിശേഷിക്കപ്പെടുന്ന അപ്പോസ്തലനെന്നോ അല്ലെങ്കിൽ പ്രവാചകനെന്നോ അല്ലെങ്കിൽ അഭിഷിക്തനെന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന ഈ ആളെ അന്വേഷിച്ചാണ് അവർ ചെല്ലുന്നത്. ഇത് പുണ്യാളെ അന്വേഷിച്ച് തീർത്ഥാടന യാത്രയ്ക്ക് പോകുന്നതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് 10,000 പേരിരിക്കുന്നതും 8,000 പേരിരിക്കുന്നതുമായ കെട്ടിടങ്ങളുടെ അതല്ല സഭ. ചർച്ച് എന്ന് പറയുന്നത് ഒരു ബിലീവേഴ്സ് കൂട്ടായ്മയാണ്. അതെല്ലാ തെരുവിലും ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തമ്മിത്തല്ലി അല്ല വിഭജിച്ചു പോകേണ്ടത്, സ്നേഹത്തോടെ തന്നെ ഓരോ തെരുവിലും. നമുക്ക് വണ്ടി പിടിച്ച് 20 കിലോമീറ്റർ 30 കിലോമീറ്റർ ദൂരെ പോയി ചർച്ചിൽ കൂടേണ്ട കാര്യമില്ല. കാരണം കർത്താവ് എല്ലായിടത്തും, അവിടെ എവിടെയെല്ലാം 2-3 പേർ അവൻ്റെ നാമത്തിൽ കൂടുന്നോ അവിടെ എല്ലാം മധ്യത്തിൽ കർത്താവുണ്ട്. അപ്പോൾ ഇന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് എന്ന് പറഞ്ഞ് വിഭജിക്കപ്പെടുന്ന പണം മുഴുവൻ പോകുന്നത് ഈ ശുശ്രൂഷകരുടെ കീശയിലേക്കും, ബാക്കിയുള്ളതെല്ലാം ഇരുമ്പ് കെട്ടിടങ്ങൾ, കല്ലുകൊണ്ടുള്ള കെട്ടിടങ്ങൾ പണിത് അത് ശവക്കോട്ടകൾ പോലുള്ള കല്ലറകൾ പോലെ നമ്മളെല്ലാം കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ പോകുന്ന ഈ ഭൂമി മുഴുവൻ നശിച്ചു പോകുന്ന, ആ നശിച്ചു പോകാൻ വേണ്ടി പണിതിടുന്ന മഹാസൗധങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണം മുഴുവൻ ചിലവാക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ ദൈവികമായി വ്യാഖ്യാനിക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം അപ്പോസ്തലന്മാർ കൊണ്ട് കൊടുത്തു എന്നുള്ള വാക്യം ഇവർ ഒരു ദിവസം ഇങ്ങനൊരു പ്രവാചകൻ വന്ന്, ഞാൻ പണ്ട് അംഗമായിരുന്ന ഒരു ചർച്ചിൽ പ്രസംഗിച്ചിട്ട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങൾക്ക് എന്തു തരാൻ പറ്റുമോ അതെല്ലാം കൊണ്ട് നിങ്ങളെ ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അപ്പോസ്തലൻ്റെ കാൽക്കൽ വെക്കണം, അത്രേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരു വിശ്വാസി ചെന്ന് ചൂണ്ടിക്കാണിച്ചു, ഇതിന് ശേഷം ഇങ്ങനൊരു വാക്യം കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യുമോ എന്ന് വെച്ചപ്പോൾ അവർ മിണ്ടാതെ ദേഷ്യപ്പെട്ടു പോയി. കാരണം മനുഷ്യരെ വഞ്ചിക്കാൻ വേണ്ടി അവിടെ നിന്നും ഇവിടെ നിന്നും വാക്യങ്ങളെടുക്കുകയാണ്. അപ്പോസ്തലന്മാർ എന്തിനാണ് ആ പണമെല്ലാം കൈപ്പറ്റിയത്? ആ പണം കൈപ്പറ്റിയത് ഇല്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. കാരണം ദൈവത്തിന് ആ പണം ആവശ്യമില്ല. ദൈവം എന്ത് ചെയ്യാനാണ്? നമ്മുടെ പൈസ കൊണ്ട്, റിസർവ് ബാങ്ക് അക്കൗണ്ടിനോട് ഒപ്പമുള്ള പൈസ കൊണ്ട് നമ്മുടെ കർത്താവ് യേശുമിശിഹായ്ക്ക് എന്ത് ചെയ്യാനാണ്? അവർ എന്തിനാണ് ഈ കൊടുക്കാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും അത് ആ സഭയുടെ സ്പിരിച്വൽ നീഡ്സാണ്. പിന്നെ അവിടെ ആഹാരം കഴിക്കാനില്ലാത്തവരുണ്ടോ നമ്മൾ അറിഞ്ഞിരിക്കണം. അവരുടെ ചിലവ്, അവരുടെ കഷ്ടതകളിൽ അവരുടെ ഒപ്പം നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോൾ ഗിവിങ് എന്ന് പറയുന്നതിന്, ക്രിസ്ത്യൻ ഗിവിങ്, പുതിയ നിയമത്തിൽ ഗിവിങ്ങിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ദർ ഈസ് നോ ഹോളി ഗിവിങ്. വിശുദ്ധ കൊടുക്കൽ എന്ന് പറഞ്ഞൊരു കൊടുക്കലില്ല. നിങ്ങൾ വഴിയിലെ ഓട്ടോറിക്ഷക്കാരൻ കയറി 50 രൂപയുടെ 40 രൂപയുടെ ഓട്ടം ഓടി അയാൾ 10 രൂപ എക്സ്ട്രാ 50 രൂപ ചോദിച്ചാൽ അയാളോട് തർക്കിക്കാതെ ആ 10 രൂപ അയാൾക്ക് കൊടുക്കുന്നതും, അയാളൊരു ദരിദ്രനായ മനുഷ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ, നിങ്ങൾ ആവശ്യക്കാരനെന്ന് തോന്നിയാൽ അയാൾക്ക് ആ 10 രൂപ കൊടുക്കുന്നതും നിങ്ങൾ സഭയിൽ പോയി ദശാംശപ്പെട്ടിൽ ആ 10 രൂപ ഇടുന്നതും തമ്മിൽ ദൈവത്തിനൊരു വ്യത്യാസവുമില്ല. കാരണം ഇല്ലാത്തവൻ ആഹാരം കൊടുക്കാൻ വേണ്ടിയാണ് പണം. അതല്ലാതെ സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് പണം കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പണമെന്ന് പറയുന്നത്, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇതൊക്കെ ഞാൻ പറഞ്ഞാലും ദൈവവേലയ്ക്ക് കൊടുക്കുന്ന പണത്തിൻ്റെ പ്രത്യേകതയുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ ദൈവത്തിന് മുൻപിൽ നൽകുക എന്ന് പറയുന്നത് നമ്മുടെ കമ്പാഷൻ്റെ ഫലമായിരിക്കണം. ഇപ്പോൾ റോങ് മോട്ടീവ്സ് എന്ന് പറയുന്നത്, ഒന്ന് അപ്പോസ്തലനെ പേടിച്ച്
അപ്പോസ്തലൻ ഇൻ ബ്രാക്കറ്റ്സ്. ശരിയായ അപ്പോസ്തലന്മാരൊന്നും ഇന്ന് ഇങ്ങനെ നടക്കുകയില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ ഭയപ്പെട്ട്, ഈ അഭിഷിക്തൻ എന്ന് പറയുന്ന ആളെ ഭയപ്പെട്ട്, അയാൾക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ നമുക്ക് ദാരിദ്ര്യമുണ്ടാകുമോ, അയാൾ പ്രാർത്ഥിച്ചിട്ടല്ലേ നമുക്ക് പൈസ കിട്ടിയത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനൊരു മധ്യസ്ഥനെ, പൈസ ഉണ്ടാക്കുന്ന മധ്യസ്ഥൻ, കാല് നീട്ടുന്ന മധ്യസ്ഥൻ, ഇങ്ങനെയുള്ള മധ്യസ്ഥന്മാരൊന്നും ദൈവം വെച്ചിട്ടില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഒരൊറ്റ മധ്യസ്ഥൻ മാത്രമേ ഉള്ളൂ. ആ മധ്യസ്ഥനിലൂടെ ദൈവത്തിനടുത്തേക്ക് എത്തുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിലാണത്. ആര് പ്രാർത്ഥിക്കുമ്പോഴും അവർക്ക് ഉത്തരം നൽകുവാൻ യേശുക്രിസ്തു എന്ന മധ്യസ്ഥൻ ഒരു നയാ പൈസ നിങ്ങളുടെ നിന്ന് വാങ്ങിക്കാതെ അവൻ്റെ മുഴുവൻ രക്തവും നിങ്ങൾക്ക് വേണ്ടി ഊട്ടി തന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നുണ്ട്. അതിനിടയിൽ നിങ്ങൾ അവിടെ അവിശ്വാസം കൊണ്ടുവന്ന് ആ വഴി ബ്ലോക്കാക്കിയ ശേഷം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ദിവ്യശക്തിയിൽ വിശ്വസിച്ചിട്ട് അവന് പണം കൊണ്ടുപോയി കൊടുത്താൽ നിങ്ങൾ ശരിക്കും ക്രിസ്ത്യാനികളല്ല, നിങ്ങൾ ആ മനുഷ്യൻ്റെ അനുയായികളാണ്. അതൊരു മതമാണ്, അതൊരു പാഗൻ മതമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തീർത്ഥയാത്രയ്ക്ക് പോകുന്നത് പോലെ ഉള്ളൂ. ഈ തീർത്ഥയാത്രയ്ക്ക് പോയി നിങ്ങൾ കണ്ടിട്ടില്ലാത്ത പണ്ടെങ്ങും മരിച്ചുപോയ ഒരു വിശുദ്ധൻ്റെ വിഗ്രഹത്തിന് മുമ്പിൽ പൈസ ഇട്ടിട്ട്, അല്ലെങ്കിൽ പ്രതിമയ്ക്ക് മുമ്പിൽ പൈസ ഇട്ടിട്ട് അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് അയാൾ അത് നടത്തി തരുന്ന പോലെ തന്നെയാണ് നീ ജീവിച്ചിരിക്കുന്ന ആൾക്കാരെടുത്ത് പോയിട്ട് അയാളുടെ ഈ കാശിട്ടിട്ട്, കാശ് ഉള്ളത് മുഴുവൻ ഊറ്റി കൊടുത്തിട്ട് അവിടെ 5 രൂപ ഇട്ടാൽ മതി, ഇവിടെ അതൊന്നും 5000-ൽ നിൽക്കത്തില്ല. അപ്പോൾ ഇത് കയ്യിലുള്ളതെല്ലാം കൊടുത്തിട്ട് വീണ്ടും അവർ പറയുന്ന എല്ലാം കേട്ടിട്ട് ആഭരണങ്ങൾ ഊരി വിറ്റ്, സ്ഥലം വിറ്റൊക്കെ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവർ വിചാരിക്കുന്നതെല്ലാം ദൈവം കാണുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് ഈ പറയുന്ന ചർച്ച് ബിസിനസ്സിൽ യാതൊരു പങ്കാളിത്തവുമില്ല. ചർച്ച് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 10 പേര് വരുമ്പോൾ ഒരു ദരിദ്രമായ ചർച്ചാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ട വിശ്വാസികളാണെങ്കിൽ അത് ദരിദ്രമായ ചർച്ചയാണ്. കാരണം ഒരു പ്രൊഡക്ഷൻ വളരെ കുറവാണ്, പ്രൊഡക്ടിവിറ്റി കുറവാണ്. എന്നാൽ ഒരു 50-100 പണക്കാരായ ഒട്ടകങ്ങളെ പോലെ ആൾക്കാർ അതിനകത്ത് വന്നു കഴിഞ്ഞാൽ സഭ റിച്ചാണ്. അത് നല്ല ബിസിനസ് സക്സസ് ആയി എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ വന്നു കഴിയുമ്പോഴേക്കും അവിടെ ആ ചർച്ചിൽ പോകാൻ ആൾക്കാരുടെ ബഹളമായിരിക്കും. അപ്പോൾ ഈ ശുശ്രൂഷകർ ഈ പണം എന്നൊരു ആംഗിൾ വരുന്നതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുന്നതും ഈ ധനവാന്മാരെയായിരിക്കും. അവർക്കെതിരെ ഒന്നും പറയാൻ അവർക്ക് കഴിയുകയുമില്ല. സോ മെനി മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് ആർ ഹെൽപ്ലെസ് ബിക്കോസ് ദ കൺട്രോൾഡ് ബൈ മണി. അപ്പോൾ ഒരിക്കലും ആരും തിരുത്തപ്പെടുന്നില്ല. എപ്പോഴും ഈ പ്രോസ്പെരിറ്റി പ്രസംഗിക്കപ്പെടുന്നതല്ലാതെ ആരും ഒരിക്കലും തിരുത്തപ്പെടുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ, ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളിലാണ് ഇതിൻ്റെ പിരിവ് കൂടുതൽ നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഈ മരണശേഷം ആർക്ക് പോവും? നിങ്ങളുടെ കാലശേഷം, ആ പാസ്റ്ററുടെ കാലശേഷം കർത്താവ് വരാൻ താമസിച്ചാൽ ഈ കെട്ടിടങ്ങളൊക്കെ ആർക്ക് പോകുമെന്നറിയാമോ? എവിടെ നിങ്ങൾ നോക്കിയാലും ഈ ന്യൂ ജനറേഷൻ ചർച്ചിൻ്റെ പ്രത്യേകതയുണ്ട്. അവിടെ ഒരിക്കലും അവരുടെ മക്കളല്ലാതെ വേറെ ആരും ആ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ വരികയില്ല. നിങ്ങൾ എത്ര മാത്രം ദൈവത്തിൻ്റെ കൃപ പ്രാപിച്ചെന്ന് പറഞ്ഞാലും അവരുടെ മക്കളുടെയും ഭാര്യയുടെയും അത്രയും കൃപ പ്രാപിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം അവർ കുടുംബമായി അവരത് കൊണ്ടുപോകും. കാരണം പണം അത്രയുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് അത്രയുണ്ട്, അത് വേറൊരാളുടെ കയ്യിലേക്ക് ചുമ്മാ കൊടുക്കാൻ സാധിക്കില്ല. അൾട്ടിമേറ്റ്ലി എന്തെല്ലാം എക്സ്ക്യൂസ് പറഞ്ഞാലും അതെല്ലാം അവസാനം സ്വന്തം മകൻ്റെയോ മരുമകൻ്റെയോ മക്കളുടെ പേരിൽ എത്തിയിരിക്കും. ഇത് അവരുടെ സാമ്രാജ്യം പണിയാണ്, ഒരു ആത്മീക സാമ്രാജ്യം. ആത്മീകമെന്ന് തന്നെ പറഞ്ഞുകൂടാ, ഒരു മത സാമ്രാജ്യം, ഒരു വ്യാജ സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഭയം എന്ന ആയുധത്തെ വളരെ സമർത്ഥമായി നിങ്ങളെ ചതിച്ചുകൊണ്ട് ഉപയോഗിക്കുന്നതാണ് ഇന്ന് കാണുന്നത്. ഇതിൽ വീണു പോകുന്ന അനേകം ആളുകൾ ഈ ബിസിനസ്സിനകത്ത് പെട്ടുപോവുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പൗലോസ് എടുത്ത ഭാഷ ഞാൻ പറയുകയാണെങ്കിൽ കള്ള അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയും. അത് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാം. എഫെസോസിലെ സഭയുടെ പ്രത്യേകത പറയുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ദാസന്മാരെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ദൈവദാസന്മാരല്ല എന്ന് നിങ്ങൾ വിവേചിച്ചറിഞ്ഞു എന്നാണ് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിലെ ഉള്ള പരാമർശങ്ങൾ നമുക്കൊന്ന് നോക്കാം. എഫെസോസിലെ സഭയുടെ ദൂതൻ എഴുതുക 2:1 മുതൽ: 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചും കൊണ്ട് 7 പൊൻനിലവിളക്കുകൾ നടുവിൽ നടക്കുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ എൻ്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരും നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാത്തതും ഞാൻ അറിയുന്നു. അപ്പോൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കുക അപ്പോസ്തലന്മാരെന്ന് കാണുന്ന നിങ്ങൾ കണ്ടെത്തിയാൽ അയ്യോ എന്ത് ചെയ്യാനാ, എനിക്ക് എങ്ങാനും അപ്പോസ്തലനാണെങ്കിലോ, അങ്ങനെ ചിന്തിക്കരുത്. അപ്പോസ്തലന്മാർ ഒരിക്കലും നിങ്ങൾക്കുള്ളത് ചോദിക്കുകയില്ല, നിങ്ങൾക്കുള്ളതിനെ ബലം പിടിച്ച് വാങ്ങിക്കുകയില്ല. ഇവിടെ പറയുന്നത് അപ്പോൾ പലരും അനന്യാസിൻ്റെ സഫീറയുടെയും കഥ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 4-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് അനന്യാസ് എന്ന കഥയിലേക്ക് നമുക്കൊന്ന് നോക്കാം. 36-ാം വാക്യവും 37-ാം വാക്യവും 4-ന്റെ അപ്പോസ്തല പ്രവൃത്തികൾ 4-36-37 ഞാൻ വായിക്കുകയാണ്. പ്രബോധനപുത്രന് അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദ്വീപുകാരനായ യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ച്. അപ്പോൾ അതൊരു സംഭവമാണ്, 1 person ഡൂയിങ് ഇറ്റ്. കുറേ ആളുകൾ അങ്ങനെ ചെയ്തിരുന്നു.
അതെല്ലാം വീതിക്കപ്പെടുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതെല്ലാവരും ചെയ്യണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. എല്ലാവരും അത് ചെയ്യുന്ന നിർബന്ധം ഉണ്ടായിരുന്നില്ല. കാരണം യാക്കോബിൻ്റെ ലേഖനം നമ്മൾ കണ്ടതാണ്, അവിടെ ധനമുള്ളവരും ഇല്ലാത്തവരും വരുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവരും ചെയ്യണം നിർബന്ധമില്ലെങ്കിൽ എന്തായിരുന്നു അനന്യാസിൻ്റെ തെറ്റ്? അനന്യാസ് സ്ഥലം വിറ്റു, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഒരംശം കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഞാൻ എല്ലാം വിറ്റു, ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞൊരു വ്യാജമായിരുന്നു. ആ വ്യാജത്തെയാണ് അവർ. അല്ലാതെ അതിനുശേഷം 4-ാം വാക്യത്തിൽ 5:4 പറയുന്നുണ്ട്, 3 മുതൽ വായിക്കാം. അനന്യാസെ, പത്രോസ് പറയാണ്, പരിശുദ്ധാത്മാനോട് വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്തു വെപ്പാനും സാത്താൻ നിൻ്റെ ഹൃദയം കൈവശമാക്കിയതെന്ത്? അത് വിൽക്കും മുമ്പേ നിൻ്റേതായിരുന്നുവല്ലോ, വിറ്റ ശേഷവും നിൻ്റെ കൈകളിലല്ലാഞ്ഞുവോ? നിൻ്റെ കയ്യിലിരുന്ന നിൻ്റെ സാധനം നിനക്ക് തരണമെന്ന് ഒരു നിർബന്ധവും ഇല്ലായിരുന്നു. പിന്നെ എന്തിനാണ് നീ ഇത് കള്ളം പറഞ്ഞത്? അതാണ്. അല്ലാതെ കൊണ്ടു കൊടുത്തില്ലെങ്കിൽ തട്ടിക്കളയും എന്ന രീതിയിൽ പൗലോസ് സംസാരിച്ചതല്ല. നിൻ്റെ കയ്യിലിരുന്ന സാധനം, നിൻ്റെ കൈയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന സാധനം, അത് വിൽക്കുന്നതിന് മുമ്പും നിൻ്റെ ആയിരുന്നു, വിറ്റതിൻ്റെ ശേഷവും നിൻ്റെ ആയിരുന്നു. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു വ്യാജം കാണിച്ചത്? ഞങ്ങളിത് ചോദിക്കാൻ വന്നിട്ടുണ്ടോ? നിങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാണ് കള്ളം പറയുന്നത്? ഞാൻ വിറ്റതിൻ്റെ ഒരു അംശമാണിത് എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. നിൻ്റെ കയ്യിലുള്ള സ്വത്തല്ലേ, നിൻ്റെ സാധനമല്ലേ, പിന്നെ അതിനകത്ത് എന്തിനാണ് ഈ വ്യാജം പ്രവർത്തിച്ച് ആരെ കാണിക്കാൻ വേണ്ടിയാണ്? ഇതാണ് പത്രോസ് ചോദിക്കുന്നത്. അതല്ല നിങ്ങൾ കൊടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അത് വേറെ ആരും അതിനെ നിയന്ത്രിക്കാനോ പേടിപ്പിക്കാനോ പൊതുനിയമത്തിൽ വരുന്നില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെ നൽകണം, ആർക്ക് നൽകണം എന്നുള്ള കാര്യവും കൂടെ നമുക്ക് ചിന്തിക്കാം. വേദപുസ്തകത്തിലുള്ള കൊടുക്കലുകൾ ചില എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. കൊരിന്തി ലേഖനം വായിക്കുമ്പോഴും അതുപോലെ ഫിലിപ്പി ലേഖനം വായിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോഴും നമ്മൾ കാണുന്നൊരു ഭാഗമുണ്ട്. യെരുശലേമിലെ സഭയിൽ ദാരിദ്ര്യം വന്നപ്പോൾ പൗലോസ് ചെന്ന് പണം പിരിക്കുന്നുണ്ട് പല സ്ഥലത്തും. അത് കൊരിന്ത് സഭയോട് വളരെ കർശനമായിട്ട് ആവശ്യപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. മക്കദോന്യയിലെ സഭ ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നിട്ട് ഓരോ പണം അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. ഫിലിപ്പിയ സഭയിലും അത് പറയുന്നുണ്ട്, നിങ്ങൾ ധർമ്മശേഖരം എടുക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വരുന്നെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം പാവങ്ങൾക്ക് വേണ്ടി അപ്പോസ്തലന്മാർ ശരിക്കും കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോസ്തലന്മാർക്ക് വേണ്ടി കളക്ട് ചെയ്തിട്ടില്ല. ഒരിക്കൽ പോലും പൗലോസ് പറഞ്ഞിട്ടില്ല എനിക്കൊരു നീഡുണ്ട്, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം, നമുക്കൊരു കെട്ടിടം പണിയാൻ പോവാം, അതിന് കെട്ടിടം പണിയാം, ഇങ്ങനൊന്നും പൗലോസ് പറഞ്ഞിട്ടില്ല. പൗലോസ് പറഞ്ഞത് മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയുള്ള കളക്ഷനെക്കുറിച്ച് മാത്രമാണ്. വേറെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. സുവിശേഷ വേലക്കാർക്ക് ഉപജീവനം സുവിശേഷത്താൽ തന്നെയാണ്. ഞാൻ സുവിശേഷത്താൽ ഉപജീവനം കഴിക്കുന്ന ഒരാളാണ്. പക്ഷേ എന്താണ് ഈ ഉപജീവനം? ഉപജീവനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്, അതുകൊണ്ട് സമ്പാദിക്കുക എന്നുള്ളതല്ല. പ്രിയ സഹോദരങ്ങളെ, അതൊരു വലിയ ദുർവ്യാഖ്യാനമാണ്. നമുക്ക് ലഭിക്കുന്നത് ഉപജീവിക്കാൻ വേണ്ടിയാണ്, സമ്പാദിക്കാൻ വേണ്ടിയല്ല. കാരണം നമ്മൾ സോൾജിയേഴ്സാണ്, നമുക്ക് ഈ ലോകത്തിന് വേണ്ടി കരുതി നടക്കാൻ സമയമില്ല. അതുകൊണ്ട് നമുക്ക് ആഹാരം, നമുക്ക് ആവശ്യമുള്ളത് ഓൺ ദ വേ നമുക്ക് ലഭിക്കണം, യുദ്ധക്കളത്തിൽ നമുക്ക് ലഭിക്കണം, അത്രയേ ഉള്ളൂ. അതല്ലാതെ യുദ്ധക്കളത്തിൽ പോരാടുന്ന ഒരാൾ റെസ്റ്റ് ചെയ്ത് വിശ്രമിക്കാൻ വേണ്ടിയുള്ള കെട്ടിടം പണിയാൻ വേണ്ടി അല്ല ഈ പണം ഉപയോഗിക്കേണ്ടത്. ദൈവത്തിന് തരാൻ താല്പര്യമുണ്ടെങ്കിൽ ദൈവം തന്നോളും. യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദാറ്റ്. നമ്മുടെ പണി അതല്ല. നമ്മുടെ പണിയെന്ന് പറയുന്നത്, ഈ സുവിശേഷകരുടെ പണിയെന്ന് പറയുന്നത് ഇങ്ങനെ അവനവനെ സമ്പന്നരാക്കാൻ വേണ്ടി നല്ല സഭകൾ നോക്കി പോവുക, പ്രാർത്ഥിച്ച ശേഷം കാശിന് വേണ്ടി വെയിറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള പരിപാടികളെല്ലാം ദൈവത്തിന് അറപ്പാണ്. അവർ ദൈവദാസന്മാരല്ല, ദ്രവ്യത്തിൻ്റെ ദാസന്മാരാണെന്നാണ് അതെല്ലാം കാണിക്കുന്നത്, നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എന്താണ് നമ്മുടെ പ്രയോറിറ്റീസ് എന്ന് നമുക്ക് ചിന്തിക്കാം. സഭയ്ക്ക് പണം കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും കൊടുക്കണം. പക്ഷേ സഭയുടെ നീഡ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടിയാണ് നിങ്ങളുടെ സഭയ്ക്ക് പണം ആവശ്യമായിരിക്കുന്നത്? നിങ്ങളുടെ പാസ്റ്റർ ഓൾറെഡി റിച്ച് ആണോ? അവരുടെ മക്കളൊക്കെ വെൽ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ധനമുള്ള ഒരു ഉപദേശിയാണോ? നിങ്ങൾക്ക് അദ്ദേഹത്തിന് പിന്നെയും കൊടുക്കേണ്ട ഒരു കാര്യവുമില്ല. അദ്ദേഹം സൗജന്യമായി അദ്ദേഹത്തിന് ലഭിച്ചത് സൗജന്യമായി കൊടുക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. എന്നാൽ അദ്ദേഹം ദരിദ്രനാണോ? ഒന്നും സമ്പാദിച്ചിട്ടില്ല, സ്വന്തമായിട്ടൊന്നുമില്ലേ? പഴയ നിയമത്തിലെ ലേവ്യരെ പോലെ സ്വന്തമായി സ്വത്തില്ലാത്ത ഒരാളാണോ? അദ്ദേഹം സ്വന്തമായി സമ്പാദിക്കുന്നില്ലേ? ഡിപ്പോസിറ്റുകളൊന്നും ഇല്ലാത്ത ആളാണോ? അദ്ദേഹത്തിന് ജീവിക്കാനുള്ളത് നമ്മൾ കൊടുത്തേ പറ്റൂ, അത് നിർബന്ധമാണ്. എന്നാൽ അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്, ഞാനിത് അക്യുമുലേറ്റ് ചെയ്ത് മുതലാളിയാകാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ നിന്നുള്ള പണമാണ്, അത് എനിക്ക് മുതലാളിയാകാനുള്ള പണമല്ല. അത് ഓരോ ആൾക്കാരാണ് വിചാരിക്കേണ്ടത്. അപ്പോൾ ഒരാൾ ഒരു വീട് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സ്ഥലം കൊടുക്കുകയാണ്, ദാറ്റ്സ് അനദർ തിങ്. പക്ഷേ ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് അന്ത്യം വരെയും ഓടേണ്ട ഒരാൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കെട്ടപ്പെടുന്നത് തെറ്റാണ്. ദൈവം തരുന്നെങ്കിൽ തരുന്നു, തന്നില്ലെങ്കിൽ തന്നില്ല, അത്രയേ ഉള്ളൂ. ഇറ്റ്സ് ലൈക്ക് വിൻഡ്. അപ്പോൾ ഒരു കാര്യം, നമ്മൾ പണമുള്ള ശുശ്രൂഷകർക്ക് വീണ്ടും ഇന്ന് സംഭവിക്കുന്ന ഒത്തിരി പണമുള്ള ശുശ്രൂഷകർക്ക് വീണ്ടും കിട്ടുന്നുണ്ട്. കാരണം അവർ വലിയ ശുശ്രൂഷകരാണ്. അവർ വരുമ്പോൾ കൂടുതൽ കൊടുക്കും. പാവപ്പെട്ട വിശ്വാസി വരുമ്പോൾ, പാവപ്പെട്ട പാസ്റ്റർ വരുമ്പോൾ കുറച്ച് കൊടുത്തു വിടും. ഇത് നമ്മുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഒന്നാമത്തെ പ്രയോറിറ്റി, ഞാനിത് ചുരുക്കി പറയുകയാണ്, ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളെ ശുശ്രൂഷിക്കുന്ന സഹോദരന്മാർ, അത് പാസ്റ്റർമാരാകാം, ഇവാഞ്ചലിസ്റ്റുകളാകാം, മിഷണറിമാരാകാം, അവർ ഞെരങ്ങി പൈസ ഇല്ലാതിരിക്കരുത്. അവർക്ക് നിങ്ങൾ അവരുടെ ദാരിദ്ര്യം മാറാനും അവരുടെ ശുശ്രൂഷയിൽ അവരെ സഹായിക്കാനും വേണ്ട പണം കരുതുവാൻ ഓരോ സഭയ്ക്കും ഉത്തരവാദിത്വമുണ്ട്. ഇത് ഒന്നാമത്തെ പ്രയോറിറ്റി തന്നെയാണ്.
അത് പറയുന്നുണ്ട്, ഈ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുന്നവരെ നിങ്ങൾ ഓർത്തുകൊള്ളണം. 2, നമ്മുടെ ചുറ്റുമുള്ള സഹോദരന്മാർ. അതാണ് രണ്ടാമത്തെ പ്രയോറിറ്റി. ആഹാരമില്ല, അത് നമ്മുടെ അടുത്തിരുന്ന ഒരാൾ നമ്മളിവിടെ അപ്പം നുറുക്കുന്നുണ്ട്, അവരുടെ വീട്ടിൽ ദാരിദ്ര്യമാണ്, അതാണ് രണ്ടാമത്തെ പ്രയോറിറ്റി. അപ്പോൾ ഒന്നാമത് പുവർ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ലോർഡ്, രണ്ടാമത് പുവർ ബ്രദറൻ, മൂന്നാമത് സഭയുടെ മിഷൻ, വെളിയിലേക്ക് പോകുന്ന മിഷൻ. സുവിശേഷം പറഞ്ഞു വിടുമ്പോൾ അവിടെയുള്ള ചിലവുകൾ, മിഷണറി നീഡ്. സഭകളിൽ നിന്ന് ആരെയും പറഞ്ഞു വിടാറില്ല, കാരണം ഈ പൈസ വരുന്ന മുഴുവൻ പാസ്റ്റർക്ക് തന്നെ തികയുന്നില്ല, അവിടെ വീട് പണിത് തന്നെ തീരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ മിഷണറിമാരെ വിടും? അപ്പോൾ മൂന്നാമത്തെ പ്രയോറിറ്റി ആയിട്ടാണ് ഞാൻ, അതെങ്ങനെ വേണമെങ്കിലും ഓരോ സഭയുടെ പ്രയോറിറ്റി മാറുമെങ്കിലും എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നൊരു കാര്യമാണ്, മൂന്നാമത്തെ പ്രയോറിറ്റി ഈസ് മിഷൻ ഔട്ട്സൈഡ്, നമ്മുടെ സഭയുടെ വെളിയിൽ പോകുന്ന മിഷൻസിന് വേണ്ടിയുള്ള പ്രയോറിറ്റി. ഓക്കെ. 4, നമ്മൾ വഴി കാണുന്ന ഒരാൾ കഷ്ടപ്പെടുന്നു, വേദനിക്കുന്നു, പണം നോക്കാതെ, മതം നോക്കാതെ, ധർമ്മം നോക്കാതെ, ഹോസ്പിറ്റലിൽ ഒരാൾ കിടക്കുന്നു, രോഗിയായി കിടക്കുന്നു, അയാൾ പെന്തക്കോസുകാരനാണോ ബ്രദറുകാരനാണോ നോക്കാതെ, അത് കമ്പാഷനാണ്. ആ കമ്പാഷൻ ഇതെല്ലാം കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കും. ശമരിയക്കാരൻ്റെ കഥയിലൂടെ എല്ലാം വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമാണ്. ഒരൊറ്റ കാര്യം പറയാൻ വേണ്ടിയാണ് ഇത് പ്രധാനമായിട്ടും ഞാനിതെല്ലാം ഉദ്ദേശിക്കുന്നത്. അതായത്, ഡു നോട്ട് ബി ഡിസീവ്ഡ് ബൈ ദോസ് പീപ്പിൾ ഹു സ്പീക്ക് അബൌട്ട് എ റിലീജിയസ് ഗിവിങ്. പുതിയ നിയമത്തിൽ മതത്തിൻ്റെ നിർബന്ധം, ദൈവം ഇടിക്കും എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന അങ്ങനൊരു ഗിവിങ് പുതിയ നിയമത്തിലില്ല. സ്നേഹത്തിൻ്റെ നിർബന്ധത്താൽ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അതിൽ ശുശ്രൂഷകർക്ക് നൽകണം, അവർക്കില്ലെങ്കിൽ. നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങൾക്ക് നൽകണം, അവർക്കില്ലെങ്കിൽ. മിഷൻ പ്രവർത്തനങ്ങൾക്ക് നൽകണം. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ, അയൽവക്കക്കാരൻ ആഹാരമില്ലാതിരിക്കുന്നുണ്ടെങ്കിൽ മതവും ജാതിയും ഒന്നും നോക്കാതെ അവർക്ക് നൽകണം. നമ്മുടെ കയ്യിൽ ഉള്ളിടത്തോളം 10% ദൈവം എന്തുമാത്രം ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ഒഴുക്കിൽ നിന്നാണ് ഈ ഗിവിങ് ഉണ്ടാകേണ്ടത്. അല്ലാതെ പാസ്റ്റർമാരെ മുതലാളിമാരാക്കാനോ, അങ്ങനെ ഈ പാസ്റ്റർമാരെ മുതലാളിമാരാക്കാനുള്ളൊരു പരിശ്രമം നടക്കുന്നതുകൊണ്ടാണ് ഇന്നിതൊരു ബിസിനസ്സായിട്ട് വളർന്നിരിക്കുന്നത്. ഈ ബിസിനസ്സിനെ വളർത്തുന്നതിൽ ഇവിടെയുള്ള അത്യാഗ്രഹികളായ വിശ്വാസികൾക്ക് വലിയൊരു പങ്കുണ്ട്. ഇത് കേൾക്കുന്ന പ്രിയ സഹോദരി, നിങ്ങൾ ആ കൂട്ടത്തിൽ വരികയില്ല, അത്യാഗ്രഹികളുടെ കൂട്ടത്തിൽ വരികയില്ല എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് തന്നിരിക്കുന്ന ഓരോ കാര്യവും അങ്ങയുടെ ദാനമായി ഞങ്ങൾക്ക് ലഭിച്ചത് അങ്ങയുടെ മഹത്വത്തിനായി മാത്രം തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളിൽ നിന്ന് അങ്ങയുടെ സ്നേഹം ഉറവിട്ട് അത് കർത്താവെ, അത് ഞങ്ങളെ ശുശ്രൂഷിക്കുന്നവരിലേക്ക്, ഞങ്ങളുടെ ചുറ്റുമുള്ളവരിലേക്ക്, ദൈവമേ, കഷ്ടതയിലിരിക്കുന്നവരിലേക്ക് അത് പോകുവാൻ തക്കവണ്ണം അങ്ങയുടെ കരുണ ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളുടെ പ്രവൃത്തികൾ പലരുടെയും അത്യാഗ്രഹം കൂട്ടുവാനിടയാക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ഇനി അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കരങ്ങളെ ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, ഓരോ കാര്യത്തിലും വിവേചിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.